38 വർഷം ആയി. 1988 വെച്ച് നോക്കുമ്പോൾ 38 വർഷത്തോളം ആയി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ട്രക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. കൂട്ടായിട്ടും പോയിട്ടുണ്ട്, അതായത് വലിയ ഗ്രൂപ്പുകൾ 25-30 പേരുള്ള ഗ്രൂപ്പായിട്ടും ട്രക്കിംഗ് നടത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഞങ്ങൾ പോകുന്ന ഒരു 5 പേര് 6 പേര് ഉള്ള ഒരു ഗ്രൂപ്പിലാണ്. ഒറ്റയ്ക്കും പോയിട്ടുണ്ട്, ഒറ്റയ്ക്കും ഓവർനൈറ്റ് ട്രക്കിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. അത് ഒരു വല്ലാത്ത അനുഭവമാണ്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് കാട്ടിൽ പെട്ടുപോയി, അത് ഭയങ്കര പ്രശ്നമായി. പെണ്ണുങ്ങൾ അങ്ങനെ കാട്ടിൽ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, അല്ലെ കാട്ടിൽ ഒറ്റയ്ക്ക് പോകാനേ പാടില്ല, ഗ്രൂപ്പായിട്ടേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കമന്റുകൾ ഒക്കെ അതിനെതിരായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ കാര്യത്തിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ആ കുട്ടി ശരണ്യ എന്ന ആ സ്ത്രീ പെൺകുട്ടി, അവളുടെ അനുഭവം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഒരുപാട് തവണ അനുഭവിച്ചിട്ടുള്ള കാട്ടിലെ നിലാവും നക്ഷത്രങ്ങളും കാട്ടിൽ രാത്രി ഉള്ള മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും രാത്രിയിലെ ശബ്ദങ്ങളും ഒക്കെ ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ വളരെയധികം ആസ്വദിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ കാട് ഭയങ്കര രാത്രിയായി കഴിഞ്ഞാൽ ഭയങ്കര ഭീകരരൂപിയായിട്ട് മാറും എന്നൊക്കെ ചിലര് അഭിപ്രായം പറഞ്ഞു കേട്ടു. ഒരിക്കലും അങ്ങനെയല്ല. കാട് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിനെ അപേക്ഷിച്ച് കാട് എന്ന് പറയുന്നത് ഈ കാട് തന്നെ ഇത് വളരെ ശാന്ത സ്വഭാവം ഉള്ള ഒരിതാണ്. കാട്ടിൽ ആനിമൽസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷെ നമ്മളൊരു നഗരത്തില് മനുഷ്യന്മാരെ കാണുന്ന പോലെയൊന്നും അല്ല കാട്ടിലെ ആനിമൽസിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കേരളത്തിലെ ഒരുവിധം എല്ലാ ഇനം മൃഗങ്ങളെയും ഈ കഴിഞ്ഞ 36 വർഷത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഫേസ് ടു ഫേസ് കണ്ടിട്ടുണ്ട്. കാട്ടിൽ വെച്ച്, സൂവിൽ വെച്ചിട്ടല്ല, കാട്ടിൽ വെച്ച് ഫേസ് ടു ഫേസ് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ്.